കടലൊട്ടുക്കും മുങ്ങി, പർവ്വതത്തിന്റെ മേലയിലേക്ക് വെള്ളം പൊങ്ങാറായി. ആ കപ്പലിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പടച്ചോൻ നിശ്ചയിച്ച ഓരോരുത്തരെയും കയറ്റുമ്പോ നൂഹ് നബിന്റെ കൺമുൻപിൽ അതാ സ്വന്തം ഭാര്യയിലുണ്ടായ സ്വന്തം ചോര മകൻ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടുക. രണ്ട് കൈയുമയർത്തിയിട്ട് ആ മകൻ വാപ്പാന്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, യാ അബി, വാപ്പേ, എന്നെ ഒന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തി. നൂഹ് നബിന്റെ മനസ്സൊന്ന് പതറി. നൂഹ് നബി അള്ളഹാനോട് പറഞ്ഞു, റബ്ബേ, നീയല്ലേ പറഞ്ഞ് എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുന്ന്. അതുകൊണ്ട് നാഥാ, എന്റെ കുടുംബത്തിൽ പറഞ്ഞ എന്റെ മോനാണ് ആ വെള്ളം കുടിച്ച് മരണം കാണുന്നത്, അവനിങ്ങി രക്ഷപ്പെടുത്തി തരണം. അള്ളാന്റെ ഒരൊറ്റ കൽപ്പന വന്നു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക. നൂഹേ, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. കാരണം എന്താ? മകന്റെ വിശ്വാസം വേറെയാണ് മോനെ നൂഹേ, മകന്റെ വിശ്വാസം ശിർക്കാണ് നൂഹേ. അതുകൊണ്ട് അവനെ നിന്റെ കുടുംബത്തിൽ ചേർക്കാൻ പറ്റൂല എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്ന് കൺമുൻപിൽ മകൻ വെള്ളം കുടിച്ച് മരിക്കുന്നത് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നാളെ പരലോകത്ത് നമ്മളെ വിചാരണക്ക് വിളിക്കുന്നത് കുടുംബത്തിൽ ആദർശം നോക്കിയിട്ടാ, ദീന് നോക്കിയിട്ടാ. അതല്ലാത്തൊരു പരിഗണനയും പടച്ചോൻ വാപ്പാക്കും മക്കൾക്കും പരലോകത്ത് കൊടുക്കൂല. അങ്ങനെ കൊടുക്കപ്പെടാത്ത ലോകത്ത് വെച്ച് മക്കൾക്ക് വേണ്ടി വാദിക്കാം വാപ്പക്കോ, വാപ്പക്ക് വേണ്ടി വാദിക്കാം മക്കൾക്കോ, ഭാര്യക്ക് വേണ്ടി വാദിക്കാം ഭർത്താവിനോ, ഭർത്താവിന് വേണ്ടി വാദിക്കാം ഭാര്യക്കോ പടച്ചോൻ അവസരം തരൂല. അതുകൊണ്ടാണ് നഫ്സി നഫ്സി, അവനാന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഉത്തരം കൊടുക്കാൻ തയ്യാറായിക്കോളൂ ഇന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ആ സ്വന്തം കുടുംബത്തെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ, അള്ളാഹു നമ്മളെ കുടുംബത്തെയും നമ്മളെയും സ്നേഹിക്കണമെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട 5 സ്വഭാവങ്ങളുണ്ട്. ആ 5 സ്വഭാവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഈ 5 സ്വഭാവം നമ്മളെ ജീവിതത്തിലുണ്ടോ, അള്ളാഹും നമ്മളെ ഇഷ്ടപ്പെടും, ജനതയും നമ്മളെ ഇഷ്ടപ്പെടും. ഇപ്പൊ ജനത മാത്രമേ നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ളൂ, ജനങ്ങൾ മാത്രമേ നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, അള്ളാഹു ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ നടത്തിയതെന്താ? ഞാൻ തമാശക്ക് വേണ്ടി പറയാറുണ്ട്, കല്യാണം ഇന്ന് ചിലര് നടത്തലുണ്ട്. ആരെ ഇഷ്ടത്തിനാ? നാട്ടുകാരെയും കുടുംബക്കാരെയും ഇഷ്ടത്തിന്. അള്ളാഹിന്റെ ഇഷ്ടത്തിനാണോ? അല്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായിരുന്നെങ്കിൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രായങ്ങളും കല്യാണത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അത് കാണിച്ചു കൂട്ടുന്നത് ജനങ്ങളുടെയും സമൂഹത്തിന്റെയും ഇഷ്ടത്തിനാണ്. നമ്മളിൽ പലരെയും ഒരുപക്ഷെ നാട്ടിലെ പലർക്കും ഇഷ്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അൻസാറിനെ എന്റെ പ്രസംഗം കൊണ്ടും ഒരുപക്ഷെ ഞാൻ പറയുന്ന വയലുകൊണ്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടായിരിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവും. ഇന്ന പടച്ചോൻ ഇഷ്ടണ്ട് എന്ന് അവനാന്റെ ജീവിതത്തെ മുൻനിർത്തി അള്ളാന്റെ നേരെ കൈനീട്ടുമ്പോ ഒരിക്കലും പടച്ചോൻ എന്നെ വെറുക്കൂല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? അതുണ്ടാക്കിയെടുക്കുന്നിടത്താണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സമാധാനവും അവന്റെ ഏറ്റവും സുരക്ഷിതമായ യാത്രയും. അതുണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ അള്ളാഹു സ്നേഹിക്കണം. അള്ളാഹു സ്നേഹിക്കുന്നതോടൊപ്പം റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് അള്ളാഹു നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിൽ നമ്മളെ ജീവിതം ഉണ്ടാവണം. അതിനെന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ഓർമ്മപ്പെടുത്തി, 5 കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, ജനങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടും. അതിലൊന്ന്, ഇത്തഖിൽ മഹാരിമ ഫതകുൻ അബദന്നാസ്. ഇത്തഖിൽ മഹാരിമ, ഒരു കാര്യം അള്ളാഹു ഹറാമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുത്ത് മുറിക്കേണ്ടി വന്നാലും ആ ഹറാമ് ചെയ്യരുത്. എങ്കിൽ ഫതകുൻ അബദന്നാസ്, എങ്കിൽ നീ ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകാരനായിരിക്കും. അങ്ങനെ എന്റെ സ്വഭാവത്തിലുണ്ടെങ്കിൽ എന്റെ നിസ്കാരത്തിന് വിലണ്ട്, എന്റെ നോമ്പിന് വിലണ്ട്, എന്റെ ഖുറാനോത്തിന് വിലണ്ട്, നീ ചെയ്ത ഹജ്ജിന് ഉംറക്ക് അള്ളാന്റെ അടുത്ത് വിലണ്ട്, ഈ കൊടുത്തത് 1 ഉറുപ്പിയാണെങ്കിലും 1 കോടിയാണെങ്കിലും അള്ളാന്റെ അടുത്ത് വിലണ്ട്. എന്തുണ്ടാവണം? ഇത്തഖിൽ മഹാരിമ. പടച്ചോൻ പറഞ്ഞു ഇത് ഹറാമാ, എങ്കിൽ ആ ഹറാമ് കഴുത്ത് മുറിച്ചു കൊടുക്കേണ്ടി വന്നാൽ പോലും ആ ഹറാമ് ഞാൻ ചെയ്യൂല എന്നുള്ളൊരു മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം പറയാറില്ലേ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഹുദൈഫ റളിയല്ലാഹു അൻഹു റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ ഒരുപാട് റോമക്കാരെ ഇസ്ലാമിന് വേണ്ടി വകവരുത്തിയിട്ടുണ്ട്. അവസാനം ഒരു യാത്രക്ക് കച്ചവടത്തിന് വേണ്ടി ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂടെ പുറപ്പെട്ടു. ആ സ്വഹാബത്തിന്റെ കൂടെ പുറപ്പെട്ട സമയത്ത് നസാറാക്കളിൽപ്പെട്ട ക്രിസ്ത്യാനികളായ ഒരു പറ്റം ആളുകൾ ഹുദൈഫാനെയും കൂട്ടത്തിലുള്ളവരെയും ബന്ധിച്ചു.
എന്നിട്ട് ഹുദൈഫാൻ ആദ്യം ഒരു ഈത്തപ്പനെ പിടിച്ചു കെട്ടിയിട്ടു. ഹുദൈഫാന്റെ മുൻപിൽ വെച്ചിട്ട് അവര് വിറക് കത്തിച്ചു, അതിന്റെ മേലെ ചട്ടി വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു. ആളിക്കത്തുന്ന എണ്ണയോടൊപ്പം ചട്ടിയിലുള്ള എണ്ണ ഇങ്ങനെ തിളച്ചു പറയുമ്പം ഹുദൈഫാന്റെ മുഖത്ത് നോക്കിയിട്ട് നസാറാക്കൾ പറഞ്ഞു, ഹുദൈഫ പറ, എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് താങ്കൾ ആ കുരിശ് കിടക്കുന്ന മരത്തിൽ കെട്ടിയിട്ട താങ്കൾ അവിടെ കിടന്നു പറഞ്ഞ ഈ കാണുന്ന താങ്കളുടെ സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങളെ വിട്ടയക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പുച്ഛത്തോടെ പറഞ്ഞു, എന്റെ പ്രവാചകന്റെ രോമത്തിൽ ഒരു പൊടി പൊളരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കെ ഒരാ സഹാബത്തിനെ കൊണ്ടുവന്നു, അവരാ തീയിലിട്ടു, ചട്ടിയിലിട്ടു, അവര് വെവിച്ച് കളഞ്ഞു. കൊന്നൊടുക്കപ്പെട്ട ഓരോരുത്തരെയും ഹുദൈഫാന്റെ കൺമുൻപിൽ വെച്ച് അവർ വെട്ടിയിട്ടും എണ്ണയിലിട്ടും അല്ലാതെയും മൃഗീയമായി കൊന്നു. ചിലരുടെ കൈകാലുകൾ വെട്ടിമാറ്റി, ചിലരുടെ കണ്ണുകൾ ചൊയ്തെടുത്തു. ഈ രംഗമൊക്കെ കണ്ടിട്ടും അവസാനം ഹുദൈഫാനോട് ചോദിച്ചു, ഹുദൈഫ ഇനി താങ്കൾ ബാക്കി, താങ്കൾ ഒരിക്കൽ ആ ഇരിപ്പിടത്തിൽ നിന്ന് പറഞ്ഞാൽ മതി, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്നൊരിക്കൽ താങ്കൾ പറഞ്ഞാൽ എനിക്കെന്റെ അള്ളാഹുവിന്റെ മാർഗം വേണ്ട, യഹോവയായിരുന്നു വലുതെന്ന് താങ്കൾ ഒരിക്കൽ പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലയോ ഹുദൈഫ, താങ്കളെ ഞങ്ങൾ രക്ഷപ്പെടുത്തും, ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരീനെ കല്യാണം കഴിച്ചരും, ഞങ്ങൾ അധികാരത്തിന്റെ പരിധിയിലുള്ള ഒരു രാജ്യത്തിന്റെ ഗവർണറായി താങ്കളെ ഞങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പുച്ഛത്തോടെ പറഞ്ഞു, 1000 തവണ നിങ്ങൾ എന്നെ കുരിശിലേറ്റിയാലും, 1000 തവണ നിങ്ങൾ എന്നെ വറച്ചട്ടിയിലിട്ട് കൊന്നാലും എന്റെ പ്രവാചകനെയും എന്റെ റബ്ബിനെയും ഞാൻ ഒരിക്കലും തള്ളിപ്പറയൂല. കൊല്ലാൻ തീരുമാനിച്ച ഭരണാധികാരി വന്ന് ചോദിച്ചു, ഹുദൈഫ അവസാന ആഗ്രഹം തന്നെ പറഞ്ഞോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഹുദൈഫ വളരെ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പം കണ്ടു നിൽക്കുന്ന നസാറാക്കൾ ചോദിച്ചു, ഇതെന്ത് നിസ്കാര ഹുദൈഫ? ഇതാണോ നിന്റെ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ നീ ചെയ്യുന്ന ആരാധന? ഇതെത്ര സ്പീഡ് കഴിഞ്ഞു, ഇതെന്ത് ആരാധനയാണ് ഹുദൈഫ എന്ന് കളിയാക്കി അവർ ചോദിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, സമയമെടുത്ത് എന്റെ റബ്ബിനോടുള്ള സംസാരമാണ് എന്റെ നമസ്കാരം. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്താൽ നീ അടക്കമുള്ള ഭരണാധികാരി പറയും, ഹുദൈഫ മരണത്തെ പേടിച്ചിട്ടാ അങ്ങനെ കുറെ സമയമെടുത്ത് നിസ്കരിച്ചത് എന്ന്. മരണത്തെ പേടിച്ചിട്ടാണ് ഹുദൈഫ നമസ്കാരത്തിന് ദീർഘം കൂട്ടിയത് എന്ന് നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞാൽ അതെന്റെ പ്രവാചകനും എന്റെ ഇസ്ലാമിനും ഉണ്ടാക്കുന്ന കുറച്ചിലോർത്തിട്ടാണോ ഞാൻ പെട്ടെന്ന് നിസ്കരിക്കാനുള്ള കാരണം? അവസാനം ആ വറച്ചട്ടിയിലേക്ക് ഇട്ട് ഹുദൈഫാനെ കൊല്ലാൻ വേണ്ടി അവസാനം കൽപ്പന കൊടുക്കുമ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലയോ ഭരണാധികാരി, താങ്കൾ എന്നെ വറച്ചട്ടിയിലിട്ട് കൊന്നാലും ഒരു സങ്കടമേ എനിക്കുള്ളൂ, എന്റെ പ്രവാചകനോടൊപ്പം ഇനിയും അല്പകാലം കൂടി കിട്ടില്ലല്ലോ എന്ന വേദനയല്ലാതെ മരണത്തെ ഞാൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൺമുൻപിൽ വെച്ച് അതേ സ്വഹാബത്തിന്റെ കൂടെ കൊന്നൊടുക്കപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു വിശ്വാസമുണ്ട്, ഇത്തഖൽ മഹാരിം, ഒരു കാര്യം ഹറാമാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും ആ ഹറാമ് ചെയ്യാത്തൊരു മനസ്സ്. ഇതാണ് ഒന്നാമത്തെ യോഗ്യത. ഇത് നമുക്കുണ്ടോ? ഇന്ന് ഞാൻ പറയാറുണ്ട്, നിസ്കാരമൊക്കെ വലിയ ജോറാ, പക്ഷെ പലിശ ഇടപാട് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ പണ്ടപ്പോഴും ബാങ്കിലായിരിക്കും, മാസത്തിൽ ഇങ്ങനെ കൊണ്ട ചാരും അറിയാണ്ട് അടിച്ചെടുക്കുക. ഇപ്പോഴും ലൈഫ് ഇൻഷുറൻസിൽ ആരും അറിയാണ്ട് ഇൻഷൂർ ചെയ്തിട്ട് അത് മാസത്തിൽ വെച്ച് 6 വർഷം കൂടുമ്പോ അതിന്റെ ആനുകൂല്യം പറ്റുന്ന മുഅ്മിനീങ്ങൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനേക്കാളേറെ ഇന്നും വട്ടിപ്പലിശക്കെടുത്ത് ജീവിക്കുന്നവരും ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കുകാരെ ബോധ്യപ്പെടുത്തി പണയ വസ്തുക്കളായി പണയം വെച്ച് മാസത്തിൽ പലിശ ഇടപാട് നടത്തുന്നവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു ഭാഗത്ത് നിസ്കാരമുണ്ട്, മറുഭാഗത്ത് ഹറാമുണ്ട്. ഇത്തഖിൽ മഹാരിം ഫതകുൻ ആബദന്നാസ്. ഹറാമാന്നറിഞ്ഞ കാര്യം നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മുറിച്ചു മാറ്റാത്ത കാലത്തോളം നിനക്കൊരിക്കലും നല്ലൊരു അടിമയാവാൻ പറ്റൂല. ഇത് കേട്ട സഹാബാക്കളിൽ ചിലര് അവരുടെ ഭക്ഷണത്തെ പോലും പിന്നീട് വെറുത്തിരുന്നു. അതുകൊണ്ടാ സ്വന്തം പേരക്കുട്ടി പട്ടിണിയോണ്ട് ബൈത്തുൽ മാൽ എന്നൊരു കാരക്കെടുത്ത് വായിലിട്ടപ്പോ വല്യാപ്പയായ റസൂലുള്ളാഹി ഓടിക്കതച്ച് വന്ന് വിരലുകൾ വായിലിട്ട് കഹ്യാ ബുനയ്യ എന്ന് പറഞ്ഞത്, എന്റെ പൊന്നുമോന്റെ ശരീരത്തില് ഒരു കാരക്കയുടെ അംശം കയറരുത് എന്നുള്ള പേടിയോണ്ടല്ല, കയറുന്ന കാരക്കയിൽ ഹറാം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു കാലത്ത് കോടികൾ കൊണ്ട് മക്കയിലെ നൂറുകണക്കിന് സഹാബത്തിന് ഭക്ഷണം കൊടുത്ത് ശത്രുക്കൾ പീഡിപ്പിച്ച അടിമകളെ ചോദിച്ച വിലക്ക് വാങ്ങി മോചിപ്പിച്ച ബിലാലിനെയും ഖബ്ബാബിനെയും അടക്കം ചോദിച്ച സ്വർണം കൊടുത്ത് മോചിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ മരിക്കാൻ നേരത്ത് പട്ടിണി കടന്ന് വയറെരിഞ്ഞിട്ട് കണ്ണീര് കുടിക്കുന്ന ഒരു രംഗമുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സ് വെച്ച കോടികൾ ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ
അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തി തന്നു, നിങ്ങൾ നിസ്കാരവും നോമ്പൊക്കെ അള്ളാഹ് സ്വീകരിക്കണേ, അള്ളാന്റെ അടുത്തേക്ക് പോന്ന് ഹക്കല്ലാത്ത മുതൽ ശരീരത്തിൽ ഉണ്ടാവരുത് എന്നാണ്. ഇന്ന് ഹറാം ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് ഭയങ്കര നിസ്കാരവും നോമ്പും ഉണ്ട്. ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കും, പൈസക്ക് പൈസ വേണ്ട ഉസ്താദേ, അതാരാ തരികയെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ അള്ള കൊടുക്കുന്നതിൽ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള മനസ്സില്ലാണ്ടാവുകയും മറ്റുള്ളവരെ നോക്കി മത്സരിച്ച് ജീവിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുകയും ചെയ്തതിന്റെ പേരിലേ മനുഷ്യൻ ബാധ്യതക്കാരനായിട്ടുള്ളൂ. ആണല്ലോ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ വലുതായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും പണത്തിന്റെ വലുപ്പമാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം എന്ന് ചിന്തിക്കുകയും ചെയ്തിടത്താണ് നമ്മളെ സമ്പാദ്യം ഹക്കല്ലാത്ത കോലത്തിലായി മാറിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ സഹാബത്ത് കിടക്കുന്നത് ഈത്തപ്പന കുടിലാണ്. കത്തിത്തീരാറായ മെഴുകുതിരി അവർ സൂക്ഷിച്ചു വെച്ചു. കാരണം ഒരുപാട് മെഴുകുതിരിയുടെ കുറ്റികൾ കൂട്ടിവെച്ച് ഒരു ദിവസം കൂടി കത്തിക്കാന്ന് അവർ ചിന്തിച്ചു. കാരണം ഒരു രൂപ പോലും നശിപ്പിക്കരുതെന്നും നശിപ്പിക്കുന്ന പൈസക്ക് പടച്ചോന്റെ അടുത്ത് കണക്ക് പറയേണ്ടി വരുമെന്ന് ബോധമുണ്ടായപ്പോ ആർത്തി പിടിച്ച് സമ്പാദിക്കാനും പോയില്ല, ഉള്ള സമ്പാദ്യം അവർ നല്ല നിലക്ക് ഉപയോഗിക്കാനും തുടങ്ങി. നമുക്കിന്ന് പൈസ ഇവിടുന്ന വരുന്നൊന്നും അറിയൂല, ഏതൊക്കെ വൈക്കാ പോയതൊന്നും അറിയൂല. ചിലർ പറയലില്ലേ, ഞാനിപ്പം മാസത്തിൽ 10,000 ഉറുപ്പ്യ ഉണ്ടാക്കുന്നുണ്ട്, 5 പൈസ ഇപ്പം എന്റെ കൈമലില്ല, ഏത് വൈക്കാ പോയത് എന്ന്. വന്നതും അറിയല, പോയതും അറിയല. അതുകൊണ്ട് തന്നെ വരുന്നതിൽ ഹക്കും ബാത്തിലിട്ട് നോട്ടല്ല, കിട്ടുകയാണെങ്കിൽ പോരട്ടെ, ഉള്ളത് നമ്മളെ ഭംഗിക്ക് ജീവിക്കാം എന്നുള്ളൊരു തോന്നല്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുമ്പോഴും കൂടുതൽ പറയാ, അപ്രതീക്ഷിതമായോ പ്രയാസം കൊണ്ടോ പെട്ടുപോയവരുണ്ടാകും. അവരൊന്നും പ്രാർത്ഥിക്കുക കൂടിയും ചെയ്യുന്നില്ല. പടച്ചോനെ ഈ പലിശ നിങ്ങിഞ്ഞൊന്ന് കഴിച്ചിലാക്കിത്താ, ഇനി ആയുസ്സിൽ അതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ റബ്ബേന്ന്. ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എങ്ങനെങ്കിലും കുറച്ച് പൈസ പള്ളിയിൽ നിന്ന് ആടുന്നു ഇവിടുന്നൊക്കെ വാങ്ങിയിട്ട് പണ്ടെടുത്തിട്ട് ബാങ്ക് കൊണ്ടാക്കണം, ഇല്ലേ പണ്ടെടുത്ത് കൊടുത്തിട്ട് വേറെ വെച്ചിട്ട് ഒക്കെ വേറെ എന്തെങ്കിലും എടുക്കണം. ഇങ്ങനെയുള്ള മനസ്സുണ്ടാകുമ്പോൾ പടച്ചോൻ അത് വീട്ടാൻ പോലുള്ള കഴിവ് തരൂലാന്നാ. അത് അള്ളാഹു പൂർത്തീകരിക്കാനുള്ള അവസരം പോലും പടച്ചോണ്ടാക്കി തരൂലാന്നാ. ഞാനിത് പറയാനുള്ള കാരണം, ഇനി രണ്ടാമതൊരു ഉദാഹരണങ്ങൾ നോക്കി. കുടുംബബന്ധം മുറിക്കല് ഹറാമാ. കുടുംബബന്ധം മുറിക്കല് ഹറാമാ. കാരണം അള്ളാഹു കൊളത്തിപ്പിടിച്ചത് പടച്ചോന്റെ തീരുമാനാ. ഞാൻ ഏത് വാപ്പാന്റെ മോനാവണമെന്നും എനിക്ക് പെങ്ങന്മാരെത്ര ഉണ്ടാവണമെന്നും എനിക്ക് അനിയന്മാരാരൊക്കെ ആവണമെന്നും എന്റെ മൂത്താപ്പ ആരാവണമെന്നും എളാപ്പ ആരാവണമെന്നും ഞാൻ ഏത് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നും എന്റെ ഭാര്യന്റെ വാപ്പ ആരാവണമെന്നും എന്റെ ഭാര്യന്റെ അമ്മ ആരാവണം എന്നൊക്കെ തീരുമാനിച്ചത് ഞാനോ എന്റെ വാപ്പയോ എന്റെ കുടുംബക്കാരോ അല്ല. അത് റബ്ബിന്റെ തീരുമാനാ. അള്ളാഹു നിശ്ചയിച്ചതാ അവിടെ എത്താൻ. ചിലരൊക്കെ തമാശക്ക് പറയലില്ല, നിങ്ങൾ ഞാൻ കാണാൻ വരുന്നതിന്റെ 2 ദിവസം മുൻപ് വേറൊരു ഗൾഫുകാരൻ എന്നെ കാണാൻ വന്നീനു, അന്ന് ആ മൂളിയിലാന്ന്. അത് മൂളാൻ പടച്ചോൻ അവസരം തരാഞ്ഞിട്ടാ. നിങ്ങൾക്ക് അല്ല നിശ്ചയിച്ചിടത്തെ അള്ളങ്ങൾ എത്തിക്കൂ. അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചത് ഏത് മണ്ണിന്റെ അടിയിലാണെങ്കിലും അത് നിങ്ങളെ കൈമലെത്തും. ആന്ധ്രയിലെയും ഗുജറാത്തിലെയും നെൽപ്പാടങ്ങളിൽ വളഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കതിരുകളിൽ നിന്ന് ധാന്യമണികൾ ഉണ്ടാക്കി ചാക്കുകളിൽ കയറ്റി തീവണ്ടി മാർഗം കോഴിക്കോട് വലിയങ്ങാടിയിലേക്ക് എത്തി. വലിയങ്ങാടിയിലെ പലചരക്ക് കടയിൽ നിന്ന് എരഞ്ഞിക്കലിലെ സൂപ്പർ മാർക്കറ്റിലെത്തി. എരഞ്ഞിക്കലിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 50 കിലോ ചാക്കിന്റെ 28ാമത്തെ കിലോ മുതൽ 32ാമത്തെ കിലോ വരെയുള്ള 5 കിലോ എരഞ്ഞിക്കൽ അങ്ങാടിയിലെ അബ്ദുള്ള സാഹിബിന്റെ വീട്ടിലെത്തണമെന്നും ആ 5 കിലോയില് അബ്ദുള്ള സാഹിബിന് കഴിക്കാൻ പറ്റുന്നത് ഒരു 10 പിടി മാത്രമാണെന്നും പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് അബ്ദുള്ളാന്റെ വയറ്റിലെത്തും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത. ചുണ്ടോടടിപ്പിച്ചത് കൊണ്ടുപോകാൻ പടച്ചോനും പറ്റും. കൈപിടിച്ചെടുക്കാൻ വാപ്പങ്ങനെ തയ്യാറായി നിൽക്കുക വേദിയിൽ. ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയൊരു കല്യാണ, പിയാപ്പിള വരാൻ ഒരു 10 മിനിറ്റ് വൈകി. 11:30 പറഞ്ഞത് 11:45 പിയാപ്പിള വരുന്നത്. 40 വാപ്പാക്കൊരു അസ്വസ്ഥത ഇരിപ്പിടത്തുനിന്ന്. അദ്ദേഹം പിന്നോട്ടിങ്ങനെ മറയാൻ തുടങ്ങി. ആൾക്കാർ വാരി പിടിച്ച് എങ്ങനെയൊക്കെയോ വാഹനത്തിലിട്ട് കൊണ്ടുപോയി. 11:45 വന്ന പിയാപ്പിള പിന്നെയും കാത്തിരുന്നു. 12:15, 12:30, 1 മണി. ആശുപത്രിയിൽ നിന്ന് പെണ്ണുങ്ങള് എളാപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യം ക്രിട്ടിക്കലാണ്, ഐസിന്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, മൂത്താപ്പാനോട് ഇരിക്കാൻ പറയും, ഓളെ കൈയടിച്ചു കൊടുക്കാൻ പറയും. വാപ്പിരിക്കേണ്ട സ്ഥാനത്തിൽ മൂത്താപ്പ വന്നിരുന്നു. വാപ്പ കഴിക്കേണ്ട ഭക്ഷണം പിന്നീട് 14ാമത്തെ ദിവസം അതേ ഐസിയുയിൽ കിടന്നിട്ട് വാപ്പ പടച്ചോന്റെ അടുത്തേക്ക് പോയി. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത.